എല്ലാവർക്കും ദ റോമിംഗ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യപ്രകാരം നമ്മുടെ ടാറ്റ നെക്സോണിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് തുരുമ്പ് വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ എന്നുള്ള കാര്യമാണ്. എൻ്റെ വണ്ടിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയിൽ വേറെ ഒരു സ്പോട്ടാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ വണ്ടിയെ മെയിനായിട്ട് തുരുമ്പ് കണ്ടേക്കുന്ന ഒന്ന് ഈ രണ്ട് ടെയിൽ ലാമ്പിൻ്റെ ഈ മൂലയ്ക്ക് ഇതുണ്ട്, ഈ രണ്ട് മൂലയ്ക്കുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിലൊരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിൻ്റെ അകത്ത് തുറന്ന് നോക്കിയാൽ അതിനകത്തും തുരുമ്പുണ്ട്. അതാണ് മെയിനായിട്ടുള്ള രണ്ട് ഭാഗം. പിന്നെ ഞങ്ങൾക്ക് തുരുമ്പ് കണ്ടേക്കുന്ന ഈ നട്ടിൻ്റെയൊക്കെ ഈ ഭാഗത്താണ്. കണ്ടോ, ഇത് ടാറ്റയുടെ മെറ്റൽ മോശമായതിൻ്റെയോ ഒന്നുമല്ല, നല്ല കനമുള്ള പച്ചിരുമ്പായതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമുക്ക് പ്രോസസ്സിങ്, മെറ്റൽ പ്രോസസ്സിങ് കുറവാണ് ടാറ്റയെ കമ്പയർ ടു ബാക്കിയുള്ള വെഹിക്കിളിൽ. പക്ഷേ ആള് മുറ്റാണ്, നമ്മളതിനകത്ത് സേഫാണ്, അതിനകത്തൊരു സംശയവും വേണ്ട. അതാണ് ടാറ്റയുടെ ഏറ്റവും വലിയ മെച്ചവും നമ്മളെല്ലാം ആഗ്രഹത്തോടെ എടുക്കുന്ന കാര്യം അതാണ്. പക്ഷേ ഇവർ ആ ഒരു പിന്നെ മെറ്റലിൻ്റെ ക്വാളിറ്റിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. എനിക്ക് ഈ 3-4 കണ്ടേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരൻ്റേത് കണ്ടത് തുരുമ്പുള്ളത് ഇതിൻ്റെ അകം ഫുള്ള് ദ്രവിച്ചു പോയി ആ പുള്ളിയുടെ. അത് ഒരു കഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇവിടുന്ന് ഇതുപോലെ തന്നെ പ്രൈമാണ്, ഇതുപോലെ കവറിങ് ഒന്നും വെക്കാതെ ചെളി അടിച്ച് കയറിയിട്ട് ഈ നമ്മുടെ ഗൺ പോട്ട് കുത്തത്തില്ലേ, അത് മുഴുവൻ ദ്രവിച്ചു. ഇനി ഇവർ കുറച്ച് ഭാഗം കൂടെ വിട്ടാൽ അതങ്ങ് പോകും. അതാണ് പലർക്കും പല രീതിയിലാണ്. നമ്മൾ വണ്ടി പൊക്കി ഇടയ്ക്ക് നോക്കുക. പിന്നെ ഡോർ പാഡിനകത്ത് ചിലർക്ക് തുരുമ്പ് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കമ്പനി ഇറക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടി അടിപൊളിയാണ്. കാരണം ഇത്ര നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക.